റീബേർട്ട് ടാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ്. സോ നിങ്ങളുടെ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിൽ എന്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളാണ്, ആളുടെ സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ നമ്മൾക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. വഴക്കോ വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഒന്നും നമ്മൾക്കിപ്പോൾ കുറച്ച് നേരത്തേക്ക് വേണ്ട കേട്ടോ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി നമ്മൾക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പൈൽ ഇവിടെ ആദ്യം തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം. 5 ഓഫ് പെൻറ്റിക്കിൾ കിട്ടിയിട്ടുണ്ട്, 6 ഓഫ് പെൻറ്റിക്കിൾ, 5 ഓഫ് സോഡ്സ്, അതേപോലെ തന്നെ 6 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്, ഹൈ പ്രീസ്റ്റ്, 7 ഓഫ് കപ്സ്, 6 ഓഫ് വാൺസ്, ടെമ്പറൻസ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് മജീഷ്യൻ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി കറൻ്റ്ലി നിങ്ങൾക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇതിൽ പല വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ എന്ത് ചോദിച്ചാലും മിണ്ടാതെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് 2 പേർക്കും മൂവ് ഓൺ ചെയ്യണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിലും 2 പേർക്കും അതിന് സാധിക്കാത്തൊരവസ്ഥയും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ വ്യക്തിയെ പറ്റിയിട്ടും ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് കുറേയും കൂടി കാര്യങ്ങളും ഒരു ക്ലാരിറ്റിയും ആവശ്യമായിട്ടുണ്ട്. യൂണിവേഴ്സ് അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ 5 ഓഫ് പെൻറ്റിക്കിൾ ആണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ആ ഒരു പേഴ്സൺ ക്യാഷിന് കുറച്ച് ടൈറ്റായിട്ട് അല്ലെങ്കിൽ കുറേ അധികം പൈസയ്ക്ക് ആവശ്യമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനോ, ഒരുപാട് ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡും കാര്യങ്ങളും, മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസ് ഉണ്ടാകണം എന്നൊരു ആഗ്രഹം കാര്യങ്ങളും, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയോ വേറൊരു സ്ഥലത്തേക്കൊരു ജോലി മാറ്റം, ഒരു ട്രാവൽ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. സെയിം ടൈം റിലേഷൻഷിപ്പിലൊരു ബ്രേക്കപ്പ്, സെപ്പറേഷൻ, നോ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ പേഴ്സൺ എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾക്ക് 6 ഓഫ് പെൻറ്റിക്കിൾ വിത്ത് 5 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായാലും ഈ പേഴ്സണ് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് മറക്കാൻ സാധിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കണം, നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് ഈ പേഴ്സൺ ചിന്തിച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഒരു കാര്യം എടുത്തു പറയാം. ബോട്ടം ഓഫ് ദി ഡെക്ക് നമ്മൾക്ക് മജീഷ്യൻ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇതെപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റ് ആകും, എപ്പോൾ ഈ പേഴ്സൺ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് തുടങ്ങും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോളൂ. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഏറ്റവും ഒരു ടേണിംഗ് പോയിന്റിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു മാനിഫെസ്റ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്കെല്ലാം റിസൾട്ട് കിട്ടുന്നൊരു സമയം, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഉടനെ തന്നെ ഇതിൽ ഒരു ടേണിംഗ് പോയിന്റ് നിങ്ങളടുത്തേക്ക് തന്നെ ഈ വ്യക്തി വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ റേക്കി ഹീലിംഗ് സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്യാം. ഒരു ഹീലിംഗ് അല്ലെങ്കിൽ ഒരുപാട് ട്രോമ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതായിട്ടും അതെല്ലാം ഹീൽ ചെയ്തെടുക്കേണ്ട ഒരു സിറ്റുവേഷനും എത്രയും പെട്ടെന്ന് സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് മജീഷ്യൻ കാർഡാണ്, അതായത് ഫ്യൂച്ചറിനെ കാണിക്കുന്ന കാർഡാണ്. ഞാൻ കുറേ റീഡിങ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ കയ്യിലാണ് ഫ്യൂച്ചർ. ഇപ്പോൾ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിനെ അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ടൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് പോസിബിൾ ആണ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കിത് മാനിഫെസ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വരാൻ സാധിക്കും. നിങ്ങളാണ് ഇതിൽ വിധി എഴുതാൻ പോകുന്നത്. യൂണിവേഴ്സ് അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ റിലേഷൻഷിപ്പ് വേണ്ട, മൂവ് ഓൺ ചെയ്യണമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് ഈ ഒരു ട്രോമയെല്ലാം ഹീൽ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. അല്ല ഈ വ്യക്തിയെ തന്നെ തിരിച്ചു വേണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിലോ അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ
നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയമാണ്. നിങ്ങളാണ് ഇതിൻ്റെ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നത്. യൂണിവേഴ്സ് അത് നടപ്പാക്കി തരും എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ എല്ലാവർക്കും മേ ബി റിലേഷൻഷിപ്പ് പോസിറ്റീവായിട്ട് ഈ പേഴ്സൺ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കില്ല. ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇനിയും ഈ വ്യക്തി വന്നാലും വേണ്ട എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്തും കണ്ടിട്ടുണ്ട്. വന്നാലും ഇനി ഞാൻ സ്വീകരിക്കില്ല, ഒരു ട്രസ്റ്റ് ഇഷ്യൂ എനിക്ക് അവിടെ ഉണ്ട്, വീണ്ടും പെയിൻ തരാനായിരിക്കും, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരെ ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്തും കണ്ടിട്ടുണ്ട്. സോ ഓരോരുത്തരുടെയും ചോയ്സാണ് ഈ ഫസ്റ്റ് ഫയലിനെ സംബന്ധിച്ച്. കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനെ പറ്റി അടുത്ത സമയത്തായിട്ട് നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് വഴി അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ അറിയിച്ചു തരുന്നൊരു സിറ്റുവേഷനും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ കൂടുന്നതായിട്ടും മേ ബി സ്വപ്നത്തിലോ അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞറിയുക, സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് കുറേയും കൂടി കാര്യങ്ങൾ ഈ വ്യക്തിനെ പറ്റിയിട്ടൊക്കെ അറിയാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ എത്രയൊക്കെ നോ കോണ്ടാക്റ്റോ സെപ്പറേഷനോ സംസാരങ്ങളോ കമ്മ്യൂണിക്കേഷനോ ഒന്നുമില്ലെങ്കിലും സോ ആ വ്യക്തി നിങ്ങളുമായിട്ടൊരു റീകൺസിലേഷൻ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് തന്നെ ഒരു റീയൂണിയൻ നടക്കണം. വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ വ്യക്തി ഇപ്പോൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, എവിടെയാണ്, സുഖമായിട്ടിരിക്കുന്നോ, നിങ്ങൾ ഈ വ്യക്തിനെ പറ്റി ചിന്തിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ചിന്തകളെല്ലാം ഈ വ്യക്തിക്കുണ്ട്. അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ വ്യക്തിക്കും ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ടൊരു റീകൺസിലേഷൻ റീയൂണിയൻ നടക്കണമെന്നത്. നിങ്ങളടുത്ത് കുറേ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ടൊരു അഡിക്ഷൻ എന്ന രീതിയിലാക്കി തീർത്തിട്ടുണ്ട്. അതിനെല്ലാം ഈ പേഴ്സൺ ഇപ്പോൾ ഒരു കുറ്റബോധമുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടേതായ ലൈഫ് ചൂസ് ചെയ്യും, ഇത് മുന്നോട്ടേക്ക് പോകാം, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്നാലും സ്റ്റിൽ ഈ വ്യക്തിയുമായിട്ട് നിങ്ങളും ആ വ്യക്തി നിങ്ങളിലും സെയിം ടൈം ഒരു മിററിങ് പോലെ ഒരു അറ്റാച്ച്മെൻറ്റും ഒരു അഡിക്ഷനും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ കാരണമായിരിക്കും ഒരു ഡിസ്റ്റൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങളായിരുന്നു ഈ ഒരു പേഴ്സൻ്റെ ഒരു സംതിങ് സ്പെഷ്യൽ എന്ന രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ക്ഷമയോടുകൂടി നല്ലൊരു സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഈ സമയം നിങ്ങൾക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാം, പ്രാർത്ഥിക്കാം, മാനിഫേസ്റ്റ് ചെയ്യാം, ഫുൾ മൂൺ ഡേയിൽ മാനിഫേസ്റ്റ് ചെയ്യാം. ഈ മാസം ഐ തിങ്ക് 14th ആണ് ഫുൾ മൂൺ ഡേ എന്ന് തോന്നുന്നുണ്ട്. സോ അന്നത്തേക്ക് നിങ്ങൾക്ക് റേക്കി ഹീലിംഗ് സ്ലോട്ട് ബുക്ക് ചെയ്യാം. അതേപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതിയിട്ട് മാനിഫേസ്റ്റ് ചെയ്യാം, വിഷ്വലൈസ് ചെയ്യാം. സോ നിങ്ങളാണ് ഇവിടെ തീരുമാനിക്കേണ്ടത്. ഓക്കെ, നിങ്ങളുടെ തീരുമാനമാണ് യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹം നടത്തിത്തരും എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. സോ ട്രസ്റ്റ് ചെയ്തോളൂ. കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഈ വ്യക്തിനെ പറ്റി അറിയാൻ സാധിക്കും. അതിനുശേഷം ഒരു തീരുമാനമെടുത്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും എന്നതാണ് കാണാൻ പറ്റുന്നത്. ഒരു മിറാക്കിൾ തന്നെ. ഇപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ടൊന്നും വിചാരിക്കണ്ട. അതായത് ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഇല്ലാത്തവർക്ക് പോലും ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളും ഇത് വീണ്ടും ഒരു റീയൂണിയൻ റീകൺസിലേഷൻ നടക്കാൻ ഒരു മിറാക്കിൾ വരെ ഇവിടെ പോസിബിളാണ്. സോ നിങ്ങൾ നെഗറ്റീവായിട്ട് ഇത് നടക്കുമോ, ഇത് ആ പേഴ്സൺ വരുമോ, അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് ഒന്നും വേണ്ട. ഇനി ഒരു 5% അല്ലെങ്കിൽ 10% ആൾക്കാരെങ്കിലും ഈ ഒരു ഫസ്റ്റ് ഫയലിൽ ഇനി ഈ ഒരു പേഴ്സൺ വേണ്ട എന്ന് തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ടേക്ക് പോകാം. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒരുപാട് അവസരങ്ങൾ കരിയർ വൈസ് വന്ന് ചേരുന്നതായിട്ടും അല്ലെങ്കിൽ വേറൊരു പ്രപ്പോസലോ കാര്യങ്ങളോ വേറൊരു പേഴ്സണോ നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും വരും. സംതിങ് ബെറ്ററായിട്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് കിട്ടും. അതാലോചിച്ച് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ തീരുമാനത്തിന് യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യും എന്നതാണ്. ഇവിടെ ഒരു ടോക്സിക് ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ചിലരുടെ കേസിൽ നിങ്ങൾ മുൻ ജന്മത്തിൽ ഒരു കണക്ഷൻ ഉള്ളതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും ആ ഒരു പേഴ്സൺ ഇപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ ഇഷ്ടമുണ്ട്, സ്പൈ ചെയ്യുന്നുണ്ട്. ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ ഒരു സ്റ്റക്നെസ് വന്നിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ആൾ കുറേ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആളുടെ ലൈഫിലെ കുറേ ഇഷ്യൂസും ക്യാഷ് വേസ് സ്റ്റെബിലിറ്റിക്ക് ഇപ്പോൾ ക്യാഷ് ഉണ്ടെങ്കിൽ പോലും വീണ്ടും പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡൊക്കെ ഇവിടെ എടുത്തു കാണിക്കുന്നു. ഒരു ട്രാവലൊക്കെ ആൾ പ്ലാൻ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. സോ ഇതാണ് ഫസ്റ്റ് ഫയലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അതായിരിക്കും കുറച്ചും കൂടി ഈസി. സോ ടേക്ക് കെയർ, ബൈ.
ഓക്കെ, സെക്കൻഡ് പൈൽ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം. 9 ഓഫ് പെൻഡിക്കിൾ കിട്ടിയിട്ടുണ്ട്, 9 ഓഫ് വാൺസ്, അതേപോലെ തന്നെ കിങ് ഓഫ് പെൻഡിക്കിൾ, 3 ഓഫ് വാൺസ്, ഈസ് ഓഫ് വാൺസ്, പേജ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, 2 ഓഫ് സോഡ്സ്, വേൾഡ് കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 6 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഈ പേഴ്സൺ കറൻ്റ്ലി നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത്, ഓക്കെ, എൻ്റെ എല്ലാ റീഡിങ്ങും ടൈംലെസ് ആണ്. സോ നിങ്ങൾ എപ്പോൾ കാണുന്നു അപ്പോൾ റിസനേറ്റ് ആയിരിക്കും. ഈ വ്യക്തി കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയാണ്. ആൾക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട്. ഇതിൽ ഒരു വ്യക്തി കുറേയൊക്കെ മൂവ് ഓൺ ആയിട്ടുണ്ട് എന്നതും കാണിക്കുന്നു. ഒരു വ്യക്തി ഇതിൽ ഭയങ്കരമായിട്ട് ഒരു അഡിക്ഷൻ പോലെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് നേരെ ഈ പേഴ്സൺ എന്തുകൊണ്ടോ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഒരു ആക്ഷനും എടുക്കാതെ ഒരു സ്റ്റക്നെസ് വന്നിട്ടുണ്ടായിരുന്നു. വേറെ പല കാര്യത്തിനും പ്രയോറിറ്റി കൊടുക്കുകയും നിങ്ങൾക്ക് നേരെ ഒന്ന് സംസാരിക്കാനോ ഒരു കമ്മ്യൂണിക്കേഷനോ നേരിട്ട് കാണാനോ ഒരു ക്ലാരിറ്റി തരാനോ ഒന്നും ഈ ഒരു പേഴ്സൺ തയ്യാറായിരുന്നില്ല. ഓക്കെ, പക്ഷേ ഇപ്പോൾ അതിലൊരു റിഗ്രറ്റ് ഫീൽ, ഒരു കുറ്റബോധം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് എന്തുകൊണ്ടോ ബാക്കിയെല്ലാം ലൈഫിൽ നേടിയെടുക്കാൻ സാധിക്കും, കുറേയൊക്കെ ആൾ നേടിയെടുത്തിട്ടുമുണ്ട്, പക്ഷെ എന്തോ മിസ്സിങ് ആണ് എന്നൊരു തോന്നൽ ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, ഇവിടെ സത്യം പറഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് പൈലിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഭയങ്കര ഒരു മാറ്റമാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇതെല്ലാം മാറി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു പാഷനും കാര്യങ്ങളുമുണ്ട്. നിങ്ങൾ നഷ്ടപ്പെടരുത്. ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങളെ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്നും കൂടി കാണാൻ സാധിക്കണം. എന്തെങ്കിലും തെറ്റുകളോ വിഷമങ്ങളോ ആ ഒരു പേഴ്സൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം, സംസാരിക്കണം എന്നൊരു തോന്നൽ. ഈ പേഴ്സൺ ക്യാഷിൻ്റെ പുറകെയും കരിയർ വൈസ് കാര്യത്തിൻ്റെ പുറകെയും ഒക്കെ ഒരുപാട് പോയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നേടിയെടുത്താൽ പോലും എന്തോ മിസ്സിങ് ആണ് എന്നൊരു തോന്നലാണ് ഈ വ്യക്തിക്ക് ഇപ്പോഴുള്ളത്. ഒരു വെയിറ്റിംഗ് എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറേ ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നിങ്ങളെ കുറേ വേദനിപ്പിച്ചിട്ടുമുണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോയാൽ പോലും ഒന്ന് സംസാരിക്കാൻ പോലും നിന്നിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എന്ത് ചെയ്യണമെന്ന് ഈ വ്യക്തിക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നതാണ് വേറൊരു സത്യം. ഓക്കെ, നിങ്ങളിനി അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊരു തോന്നലും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഈ വ്യക്തിയുടെ പ്രവർത്തികൾ കാരണം നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് എനിക്കിവിടെ കുറച്ച് പേരുടെ കാര്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. 6 ഓഫ് സോഡ്സ് ആണ് നമ്മൾക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും ഇനി ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇനിയും വീണ്ടും ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയോ കാര്യങ്ങളോ വീണ്ടും പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവുകയില്ല. അങ്ങനെ ഉണ്ടാവരുത് എന്ന് ഈ വ്യക്തി ഉറച്ച തീരുമാനത്തിലാണ്. ഓക്കെ, എങ്ങനെയാണ് മിണ്ടാൻ സാധിക്കുക, പഴയ പോലെ ഒരു കണക്ഷൻ വീണ്ടെടുക്കാൻ സാധിക്കുക എന്നതിനെ പറ്റിയിട്ടാണ് ഈ വ്യക്തി കൂടുതലായിട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ നോക്കുന്ന സമയത്തെല്ലാം നിങ്ങൾ മൂവ് ഓൺ ആയി എന്നൊരു തോന്നലാണ് ഈ വ്യക്തിക്ക്. ഓക്കെ, സോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ആയിട്ടില്ല, പക്ഷേ ആ വ്യക്തി നോക്കുന്ന സമയത്ത് നിങ്ങൾ മൂവ് ഓൺ ആയി, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിയാണ്, ഈ പേഴ്സണെ പറ്റി ചിന്തിക്കുന്നില്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ ആ വ്യക്തിക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി വന്ന് മിണ്ടിയാൽ പോലും നിങ്ങൾ സംസാരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പായി, മാരേജായി, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ, വേറെ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നൊരു തോന്നൽ കാര്യങ്ങളൊക്കെ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. ഈ പേഴ്സൺ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടണം, എത്രയും പെട്ടെന്ന് കാണാൻ സാധിക്കണം. നിങ്ങളുടെ അടുത്തേക്കൊരു ട്രാവൽ പ്ലാൻ ചെയ്യുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഫാമിലിയാണ് തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും കൂടി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ ആ പേഴ്സൺ ഡ്രീം ചെയ്യുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരെ കണ്ണ് തുറക്കാൻ പോകുന്നൊരവസ്ഥ. ഇവിടെ 2 ഓഫ് സൂട്ട്സ് കാർഡ് കണ്ടില്ലേ, ഈ ഒരു ലാസ്റ്റിലുള്ളതാണ് 2 ഓഫ് സൂട്ട്സ് എന്ന് പറയുന്നത്. സോ ഇത്രയും നാളും നിങ്ങൾക്ക് നേരെ കണ്ണ് കെട്ടി വെച്ചേക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഓക്കെ, മേ ബി തേർഡ് പാർട്ടിയുടെ എനർജി കാരണോ ബ്ലാക്ക് മാജിക് എഫക്റ്റ് കാരണോ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് പല റീസൺസ് വരാം തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ.
സോ ഇപ്പോൾ നിങ്ങൾക്ക് നേരെ തന്നെ കണ്ണ് തുറക്കണം എന്നൊരവസ്ഥയാണ്. നിങ്ങളായിരുന്നു ഈ പേഴ്സൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പേഴ്സൺ, അല്ലെങ്കിൽ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇട്ടിട്ട് പോയ സമയത്തും നിങ്ങളാണ് എല്ലാത്തിനും കൂടെ നിന്നിട്ടുള്ളത് എന്നൊരു തിരിച്ചറിവും, എന്ത് ഇഷ്യൂ വന്നാലും നിങ്ങളെ കാണുകയുള്ളൂ എന്നൊരു തിരിച്ചറിവ് മേ ബി ജീവിതം കൊണ്ട് പഠിച്ചതായിരിക്കാം. നിങ്ങൾക്ക് നേരെ കണ്ണ് തുറക്കാൻ പോകുന്നൊരു സമയമാണ്. സോ അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നുണ്ട്. അതുമല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നിലധികം ഓപ്ഷൻസ് ഈ വ്യക്തിക്കുണ്ടായിരുന്നു. അതിൽ നിന്നും നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ കൂടെ തന്നെ മതി ഇനിയും ലൈഫ് എന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നൊരു സിറ്റുവേഷൻ. ഇനി എന്തൊക്കെ വന്നാലും ഒരു കോണ്ടാക്റ്റ് ലൈഫ് ലോങ് കീപ്പ് ചെയ്യണം. ഒരു ഫ്രണ്ടായിട്ടോ, നിങ്ങൾക്ക് മേ ബി ഫാമിലിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ടായിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് കൂടെ കാണണം എന്നൊരു തോന്നലും കാര്യങ്ങളും ഈ പേഴ്സണ് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഒരു കോണ്ടാക്റ്റ് എന്തായാലും ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യാം. കുറച്ചൊരു ട്രോമയും കാര്യങ്ങളും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്, ഈ വ്യക്തിക്കും സെയിം ടൈം മിററിങ് പോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. റേക്കി ഹീലിംഗ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരു മാറ്റമുണ്ടാകും. കാര്യം രണ്ടുപേർക്കും ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ തന്നെയായിരുന്നു. ഒരു അഡിക്ഷനാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. വെയിറ്റിംഗ് എനർജി ഉണ്ട്. ആ വെയിറ്റിംഗ് എനർജി ഭയങ്കര ഒരു ട്രോമ തന്നെയാണ്. ഓക്കെ, ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്യുന്ന അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻ, ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയും കാര്യങ്ങളും, ലോങ് ഡിസ്റ്റൻസ്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല, ബ്ലോക്ക് ചെയ്യുക, സെപ്പറേഷൻ കാര്യങ്ങൾ, ഒരുപാട് ഇഷ്യൂസിലൂടെയാണ് പോയിട്ടുള്ളത്. സോ അതെല്ലാം ഒരു ട്രോമയായിട്ട് നിലനിൽക്കുന്നുണ്ട്. റേക്കി ഹീലിംഗ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കുറേയും കൂടി ഈ ഒരു കണക്ഷൻ, ഈ ഒരു ബന്ധം സ്മൂത്തായിട്ട് പോകണം എന്നതും ആ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക ഈ വ്യക്തി വരുന്നതായിട്ട്. ഫുൾ മൂൺ ഡേയിൽ മാനിഫെസ്റ്റ് ചെയ്യാം. ഐ തിങ്ക് ഈ മാസം 14-ാം തീയതിയാണെന്ന് തോന്നുന്നുണ്ട് ഫുൾ മൂൺ ഡേ. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അന്നോ ബാക്കി ദിവസങ്ങളിലോ ഏത് ദിവസമാണെങ്കിലും നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നു, ഫുൾ മൂൺ ഡേ എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, ഇന്ന് വേണമെങ്കിലും ചെയ്യാം, നാളെ വേണമെങ്കിലും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം, എഴുതിയിട്ട് ചെയ്യാം, വിഷ്വലൈസ് ചെയ്യാം. നമ്മൾ എത്രത്തോളം അതിൽ കോൺഫിഡൻ്റ് ആയിരിക്കുന്നു, നമ്മൾ എത്രത്തോളം അതിൽ ട്രസ്റ്റ് ചെയ്യുന്നു, അവിടെയാണ് കാര്യം. ഓക്കെ, അല്ലാതെ ഒരു സ്പെസിഫിക് ഡേയിൽ നമ്മൾ എന്തോ എഴുതി വെച്ചിട്ട് മാത്രം കാര്യമില്ല. അത് എന്ന് ചെയ്താലും നമ്മൾ എത്രത്തോളം ട്രസ്റ്റ് ചെയ്ത് ചെയ്യുക എന്നത് മാത്രമാണ്. വിഷ്വലൈസ് ചെയ്യാം. സോ ഇതാണ് ഇന്നത്തെ സെക്കൻഡ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരാം. അതായിരിക്കും കുറച്ചും കൂടി ഈസി. സോ ടേക്ക് കെയർ, ബൈ.